ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലെടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പരാതി. ദേവസ്വം ബോർഡ് സെക്ഷൻ ഓഫീസർ എന്ന പേരിൽ ഷിജു എന്നയാൾക്ക് നിയമന ഉത്തരവ് കൈമാറി 10 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതടക്കം 10 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മറ്റു പരാതികളിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് SP കേസ് സുദർശൻ പ്രതികരിക്കുന്നത്. ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതു, അവരുടെ പേരിൽ ഷിജു എന്ന് പറഞ്ഞ ആളൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ 10 ലക്ഷം രൂപ അവർ ചീറ്റ് ചെയ്തെന്നുള്ളതും ആണ് പരാതി. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പൈസ ചീറ്റ് ചെയ്തിട്ടതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ പല കാര്യങ്ങളും അന്വേഷിക്കാൻ ബാക്കിയുണ്ട്. ഈ ഫിനാൻഷ്യൽ ഫ്രോഡിൽ എത്ര പരാതി കൊണ്ടിട്ടുണ്ട്? അത് അന്വേഷിക്കണം. 10ഓളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലായെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. എത്ര FIR ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്? ഒരു FIR ആണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവർ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ സഹകരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കത് അതെ. ഇതിലെല്ലാം ദേവസ്വം ബോർഡ് ജോലി ഓഫർ ചെയ്തിട്ടുള്ളതാണ് എല്ലാ തട്ടിപ്പും അങ്ങനെയാണോ? അല്ല, ഒരു കേസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റു പരാതിക്കാരെ എന്തൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. വ്യാജരേഖ എന്ന് പറഞ്ഞാൽ ഇവർ ഡ്രൈവറായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടാണ് അതിന് സീലടിച്ചിട്ട് ഒപ്പിട്ടുള്ളത്. ഡ്രൈവർ അപ്പം സാർ ഒരു മിനിറ്റ് കൂടി, ഈ മറ്റു പരാതിയുടെ സ്വഭാവം എങ്ങനെയാണ്? ഈ വേറെ തൊഴിൽ മേഖലയാണോ? അത് നോക്കണം, ഓരോന്ന് നോക്കണം. അത് ഓരോരുത്തരും കണ്ട് ചോദിച്ചാൽ മൊഴി എടുത്തെങ്കിലും മാത്രമേ പറയാൻ പറ്റൂ. അല്ല, ഈ കിട്ടിയ പരാതികളിൽ എന്താ പറയുക? ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനത്തിന് വേണ്ടി തന്നെ? അതെ, എല്ലാം അല്ല, ഈ ഒരു പരാതി ആയിട്ടുള്ള പരാതി എന്താണെന്ന് കണ്ടുപിടിക്കണം, അത് മനസ്സിലാക്കണം. ഇതിന് മറ്റ് പ്രതികളുണ്ടോ? അവർക്ക് സഹായികളായിട്ടുണ്ടോ? ഏത് പ്രതികൾ? ശ്രീധുവിനെ സഹായിച്ച ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? വാങ്ങുന്നതിന് ഇടനിലക്കാരോ അങ്ങനെ? അത് കൂടുതൽ അന്വേഷിക്കണം. ഇപ്പോൾ അവർ കസ്റ്റഡിയിൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് അല്ല, അങ്ങനെ 3ഓളം പരാതി കൊടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി. അത് പണം വാങ്ങി എന്നുള്ള പരാതിയാണ്. തട്ടിപ്പ് നടത്തിയാണ്. അതും ഈ ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് അത് ചോദിക്കണം. കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താനാവുന്ന ഒന്നും ഇല്ല. നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ നേരത്തെ തന്നെ ശ്രീധുവിനെതിരെ കേസെടുത്തിരുന്നു. തട്ടിപ്പിന്റെ പേരിൽ ശ്രീധുവിനെതിരെ 10 പരാതികൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ 2 പരാതികളിൽ FIR രജിസ്റ്റർ ചെയ്തു. ദേവസ്വം ബോർഡിൽ ഉന്നത ഉദ്യോഗസ്ഥയെന്ന് പറഞ്ഞായിരുന്നു ശ്രീധു സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിൽ കരാർ അടിസ്ഥാനത്തിൽ പോലും ശ്രീധുവിന് ജോലി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തനിക്ക് 2 ലക്ഷം രൂപ ശമ്പളമുണ്ടെന്നും താൻ വിചാരിച്ചാൽ ദേവസ്വം ബോർഡിൽ ജോലി ലഭിക്കുമെന്നും വാഗ്ദാനം ചെയ്താണ് ശ്രീധു പണം തട്ടിയതെന്നാണ് വിവരങ്ങൾ. പ്രദേശത്തെ സ്കൂളിലെ PT അംഗങ്ങൾ ഉൾപ്പെടെ ഇവരുടെ കെണിയിൽ പെട്ടു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുകയാണ്. ഈ പണമെല്ലാം വീട് വെച്ച് നൽകുന്നതിനായി ജോത്സ്യൻ ദേവിദാസിന് നൽകിയതായിട്ടാണ് ശ്രീധു പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ ദേവിദാസിന്റെയും ശ്രീധുവിന്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും അടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് ശ്രീധുവിന്റെ അയൽക്കാരിയായ ഒരു സ്ത്രീയും പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.